ശ്രീ പന്തളം സുധാകരൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമുക്ക് തൊട്ട് മുൻപ് കഴിഞ്ഞ വലിയ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 3 മണ്ഡലങ്ങൾ, പ്രധാനമായും 3 ജില്ലകൾ പിടിക്കണം, 2 എണ്ണം നിലനിർത്തണം. അങ്ങനെ വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിനനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നതിന് ശേഷം. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CPM ഇന്നത്തെയും ഇന്നലത്തെയും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ ശ്രീ ബാലഗോപാൽ ആവർത്തിച്ചതുപോലെയുള്ള ആരോപണങ്ങളാണ്. BJPയുടെ ഒക്കച്ചങ്ങായിമാരായി മാറുകയാണ് കോൺഗ്രസ് എന്ന ആരോപണത്തിലാണ് ആദ്യഘട്ടത്തിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ അവസാനിപ്പിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ഇതൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ കോൺഗ്രസിന്? ആദ്യമേ എൻ്റെ ബഹുമാന്യനായ ശ്രീ KN ബാലഗോപാൽ പറഞ്ഞതിനോട്, അതായത് കോൺഗ്രസുവിനെ BJPയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതിനോട് ശക്തമായി ഞാൻ നിഷേധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്നലെ മുതലാണ് ഈ പുതിയ, മുഖ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞാൽ ഈ പുതിയ അവതാര പ്രചരണം ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ വരെ അത്തരത്തിലുള്ള പ്രചരണവുമായി LDF നേതാക്കന്മാരാരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. അതിൻ്റെ കാരണം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു സ്റ്റാർ ക്യാമ്പയിനർ ഉണ്ടാകും, താരപരിവേഷമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എല്ലാ പാർട്ടിയിലുമുണ്ട്. ഞങ്ങളുടെ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയും അതേപോലെ മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവരുണ്ട്, അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്റ്റാർ ക്യാമ്പയിൻ, യഥാർത്ഥത്തിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അതാരായാലും ആ മുഖ്യമന്ത്രി തന്നെയാണ് സ്റ്റാർ ക്യാമ്പയിനർ. ഇന്നലെ LDF കൺവീനറും പാർട്ടി സെക്രട്ടറി ശ്രീ വിജയരാഘവന് പറയേണ്ടി വരുന്നു, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഞങ്ങളുടെ നേതാവ്, ഞങ്ങളെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന്. ഞങ്ങൾക്കാർക്ക് സംശയമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംശയം വന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഒറ്റച്ചങ്ങായി എന്ന് പറയുന്നത് ഞങ്ങളുടേതല്ല, കോൺഗ്രസിൻ്റേതല്ല, അത് CPMൻ്റേതാണ്. കുറച്ചുകൂടി വ്യക്തിപരമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടേതാണ്. കാരണം ഇതിൻ്റെ ഗുണഭോക്താവ്, BJPയുമായുള്ള സൗഹൃദത്തിൻ്റെ ഗുണഭോക്താവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതായത് ഈ ലാവ്ലിൻ കേസ് തന്നെ 18ാമത്തെ തവണ മാറ്റിവെച്ചതായിട്ടാണല്ലോ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരാമർശവും നമ്മളെല്ലാം കണ്ടതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ കാരണം, ഈ കേസ് ഇങ്ങനെ നീട്ടി ആർക്ക് ആനുകൂല്യം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഒരു കാലത്തും, ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ഒരു കാലത്തും ചെങ്ങാത്തമില്ലാതിരുന്ന, ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഇല്ലാതിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസും BJPയും തമ്മിലാണ്. BJPയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും മുഖ്യ ശത്രു. അതല്ലാതെ ഈ ശ്രീ ബാലഗോപാൽ തന്നെ ദേശീയ നേതൃരംഗത്ത് പ്രവർത്തിച്ച നേതാവും കൂടിയായിരുന്നല്ലോ. അദ്ദേഹത്തിനും അറിയാം, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും BJPയും ഒരു ചങ്ങാത്തം ഇന്നോളം ഉണ്ടായിട്ടില്ല. അതേസമയം കോൺഗ്രസിനെ ഒരു കാലത്ത് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി BJPയുമായും, എന്തിനധികം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടി കണ്ണൂരിൽ നിന്ന് മത്സരിച്ച കാര്യം ചരിത്ര പുസ്തകങ്ങളിലുണ്ടല്ലോ, അതിനാർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഞങ്ങൾ തമ്മിലില്ല. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായി നടന്ന തെരഞ്ഞെടുപ്പ് വളരെ ഒരു പരിധിവരെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിധിവരെ സൗഹാർദ്ദപരമായിരുന്നു, ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ കോവിഡിൻ്റെ കരുതലിൽ നിൽക്കുമ്പോൾ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ശുദ്ധമായ രാഷ്ട്രീയവും അതുപോലെ വികസന പ്രവർത്തനങ്ങളുടെയും വരാൻ പോകേണ്ട നല്ല കാലത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന തെരഞ്ഞെടുപ്പ് സംസ്കാരമാണ് കേരളത്തിൽ ഉണ്ടായത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ UDFന് ഒരു നല്ല പ്രാമുഖ്യമുള്ള തെക്കൻ ജില്ലകളിൽ, അതിനേക്കാൾ പ്രത്യേകിച്ച് KM മാണി സാറിൻ്റെ ഒരു കഷണം ജോസ് കെ മാണിയെ ദത്തുപുത്രനായി LDF ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ UDFനും വളരെ കൗതുകമുണ്ട്, നിർണായകമാണ്. അപ്പോൾ ഈ തെക്കൻ ഇന്നിപ്പം 8ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകളിലൊക്കെ ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, എന്തിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ പറയുന്നത്, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ 1, 2, 3 എന്ന് അക്കമിട്ട് പറയാൻ കഴിയുമല്ലോ. ആ അഴിമതികളുടെ എല്ലാം സൂത്രധാരകൻ എന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും അതിൻ്റെ പ്രഭവ സ്ഥാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എപ്പോഴും ചർച്ച ചെയ്തതാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്. മുഖ്യമന്ത്രിയുടെ പാർട്ടി നേതൃത്വം നൽകുക പാർട്ടി സെക്രട്ടറിയുടെ മകൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിയുടെ നിഴലായ പാർട്ടിക്കാരൻ കൂടിയ CM രവീന്ദ്രൻ ചോദ്യം ചെയ്യലിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നു, സംശയത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ കിഫ്ബി, അങ്ങനെ ഓരോന്നും 1, 2, 3, 4 ഞാൻ പറഞ്ഞ് പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത് പറയാൻ കഴിയില്ല. അപ്പം ഈ അഴിമതിയുടെ ഏറ്റവും ഒടുവിൽ ഞാൻ പറയട്ടെ, 2017 പാലക്കാട് ജില്ലയിൽ നടന്ന
പാലക്കാട് ജില്ലയിൽ വാളയാറിൽ നടന്ന അതിഭീകരമായ പൈശാചികമായ ഒരു ദുരന്തം നമുക്കറിയാമല്ലോ. 2017 ജനുവരി 13-നാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് വാളയാറിലെ രണ്ട് പെൺകുട്ടികൾ 3 മാസത്തെ വ്യത്യാസത്തിലാണ്. 13 വയസ്സുള്ള ഒരു കുഞ്ഞുകുട്ടി, പിന്നെ മാർച്ച് മാസത്തിൽ 9 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും അതിദാരുണമായി കൊല്ലപ്പെട്ടു. ആ കൊലപ്പെടുത്തിയ പ്രതികളെ അന്വേഷണ ഉദ്യോഗസ്ഥനെ IPS കേഡർ കൊടുക്കാനുള്ള ലിസ്റ്റിൽ ഈ ഗവൺമെൻറ് ഉൾക്കൊള്ളിച്ച് അദ്ദേഹത്തിന് റിവാർഡ് നൽകിയിരിക്കുന്നു. എന്നിട്ട് 1-ാം വാർഷികമായപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അമ്മ വാളയാറിൽ നിന്നും ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പിന് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഞാൻ ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഏറ്റവും അവസാനം വന്ന് നിന്ന ആരോപണത്തെ കുറിച്ചായിരുന്നു ഞാൻ ചോദിച്ചത്. താങ്കളിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ ശ്രീ പന്തളം സുധാകരൻ ഉന്നയിച്ച ഈ ആരോപണം തള്ളിക്കളയുന്നു. അത് ശുദ്ധ അസംബന്ധമാണ്. മാത്രമല്ല ശ്രീജ പറയട്ടെ, മാത്രമല്ല കേരളത്തിലെ 3000-ഓളം ഗ്രാമപഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സീറ്റുകളിൽ CPM-നെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും BJP തയ്യാറായിട്ടില്ല. അവർ തമ്മിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. കോൺഗ്രസുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഞങ്ങൾ ഒരു വർഗീയ കക്ഷികളുമായിട്ട് ഒരു തരത്തിലുള്ള ചെങ്ങാത്തവുമില്ല. ശരി.